ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലേക്ക് ഇപ്പോൾ ജൂനിയർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലേക്കാണ് കോൺട്രാക്ട് ബേസിസിൽ ജൂനിയർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 28/6/2025 മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 19/7/2025 വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെയും ട്രേഡ് ടെസ്റ്റിൻ്റെയും ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് 26/7/2025 27/7/2025 ആയിരിക്കുമെന്നാണ്. വ്യത്യസ്ത ട്രേഡുകളിലേക്കായിട്ടാണ് ജൂനിയർ ടെക്നീഷ്യൻ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓരോന്നായി പരിശോധിക്കാം. ജൂനിയർ ടെക്നീഷ്യൻ ബ്ലാക്ക് സ്മിത്ത് എന്ന പോസ്റ്റിലേക്ക് 17 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കാർപ്പൻ്റർ 4, ഇലക്ട്രീഷ്യൻ 186, ഇലക്ട്രോപ്ലേറ്റർ 3 എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ജൂനിയർ ടെക്നീഷ്യൻ എക്സാമിനർ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രീഷ്യൻ 12, ഫിറ്റർ ജനറൽ 23, ഫിറ്റർ ഇലക്ട്രോണിക്സ് 7, മെഷീനിസ്റ്റ് 21, വെൽഡർ 4 എന്നീ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ജനറൽ എന്ന പോസ്റ്റിലേക്ക് 668 ഒഴിവ്, ഫിറ്റർ AFV 49, ഫിറ്റർ ഓട്ടോ ഇലക്ട്രിക് 5, ഫിറ്റർ ഇലക്ട്രോണിക്സ് 83, ട്രീറ്റ്മെൻറ്റ് ഓപ്പറേറ്റർ 12, മെഷീനിസ്റ്റ് 430, ഓപ്പറേറ്റർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് 60, പെയിൻറ്റർ 24, റിഗ്ഗർ 36, സാൻഡ് ആൻഡ് ഷോട്ട് ബ്ലാസ്റ്റർ 6, വെൽഡർ 200 എന്നിങ്ങനെ ടോട്ടൽ 1850 ഒഴിവുകളാണ് ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ളത്. സിമിലർ ക്വാളിഫിക്കേഷനായിട്ട് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഓരോ പോസ്റ്റിൻ്റെയും പ്രിഫറൻസസ് ആഡ് ചെയ്തിട്ട് ഒറ്റ തവണ തന്നെ രജിസ്റ്റർ ചെയ്താൽ മതിയാവും. ഓരോ പോസ്റ്റിലേക്കും അതാത് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷനായിട്ട് പരിഗണിക്കുന്നതാണ്. 65% മാർക്കോട് കൂടിയ ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പരിശോധിക്കാം. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് 35 വയസ്സാണ്. SC/ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് ബേസിക് പേ ആയിട്ട് 21,000 രൂപയാണ് വരുന്നത്. ബേസിക് പേയ്ക്ക് പുറമെ ഇൻഡസ്ട്രിയൽ ഡിയർനെസ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, ആനുവൽ ഇൻക്രിമെൻറ്റ് തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ മെഡിക്കൽ ആൻഡ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പ്രീമിയം, കൺവേയൻസ് ആൻഡ് ടെലിഫോൺ ഫെസിലിറ്റീസ് എന്നിവയ്ക്കായിട്ട് മാസം 3,000 രൂപ അഡീഷണൽ ലഭിക്കുന്നതാണ്. PF, ഗ്രാറ്റുവിറ്റി, എക്സ് ഗ്രാഷ്യ പേയ്മെൻറ്റ്, അക്കോമഡേഷൻ തുടങ്ങിയവയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പരിശോധിക്കാം. ജൂനിയർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ഒരു ട്രേഡ് ടെസ്റ്റ് നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ട്രേഡ് ടെസ്റ്റിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഫിക്സ്ഡ് ടെന്യൂർ കോൺട്രാക്ട് ബേസിസിലായിരിക്കും പോസ്റ്റുകളെല്ലാം തന്നെ വരുന്നുണ്ടായിരിക്കുക. 1 വർഷത്തേക്കാണ് കോൺട്രാക്ട് കാലാവധി വരുന്നത്. കമ്പനി റിക്വയർമെൻറ്റ്സിനനുസരിച്ചും ഇൻഡിവിജ്വൽ പെർഫോമൻസിനനുസരിച്ചും 4 വർഷം വരെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി ഓൺലൈനായിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അതിനുശേഷം ലോഗിൻ ചെയ്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആഡ് ചെയ്ത് ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. SC/ST, PWBD, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ പേയ്മെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. റിസർവേഷൻ അർഹരായിട്ടുള്ളവർ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി അപേക്ഷയോടുകൂടെ സമർപ്പിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലേക്കാണ് ഇപ്പോൾ കോൺട്രാക്ട് ബേസിസിൽ ജൂനിയർ ടെക്നീഷ്യൻ എന്ന ഒഴിവുകളിലേക്ക് വ്യത്യസ്ത ട്രേഡുകളിലേക്കായിട്ട്
അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 28/6/2025 മുതൽ 19/7/2025 വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 1850 പോസ്റ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ITI യോഗ്യത ഉള്ളവർക്ക് മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ കൂടുതൽ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.